എമ്പുരാൻ എമ്പുരാൻ എമ്പുരാൻ. അപ്പോ എമ്പുരാനാണ് എല്ലായിടത്തും അല്ലെ. എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് എമ്പുരാൻ സിനിമയെ കുറിച്ചും അതിനകത്തുള്ള നമ്മുടെ എക്സ്പെക്ടേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും. ആ എക്സ്പെക്ടേഷനോട് നീതി പുലർത്തുന്ന പ്രകടനം ബോക്സ് ഓഫീസിൽ സിനിമയ്ക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ സൂപ്പർ സ്ട്രോങ് ആയിട്ടാണ് ബോക്സ് ഓഫീസിൽ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 250 കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ ആയി കഴിഞ്ഞു. കേരളം മാത്രം 55-60 കോടി കടന്നു. ഓവർസീസിൽ നിന്ന് മാത്രം 100 കോടി കളക്ട് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമാണ് എമ്പുരാൻ. അങ്ങനെ എല്ലാം കൊണ്ടും സിനിമയ്ക്ക് കൊമേഴ്ഷ്യൽ സൈഡിൽ നല്ല കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു റണ്ണ് നമ്മളൊരു കണക്കിലെടുക്കുകയാണെങ്കിൽ ഫൈനൽ എൻഡ് എങ്ങനെയായാലും ഒരു 350 to 400 crore നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം. ഒഫീഷ്യൽ അല്ലെങ്കിലും നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് കേട്ട അനുസരിച്ച് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 180 crore ആണ്. 180 crore to 200 ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആവാനും കൂടാതെ മലയാളത്തിന്റെ ഇൻഡസ്ട്രിയിലേറ്റ് ആവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആവും. കാരണം ഇപ്പോൾ 200 crore പ്ലസ് ആയി. ഒഫീഷ്യലി എനിക്ക് തോന്നുന്നത് മഞ്ഞുമൽ ബോയ്സ് 240 എന്തോ ആണ് വേൾഡ് വൈഡ് കളക്ഷൻ. സോ മഞ്ഞുമൽ ബോയ്സിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഇന്നോ നാളെ എന്തായാലും ബ്രേക്ക് ചെയ്യും. സോ കൊമേഴ്ഷ്യലി വളരെ നല്ല രീതിയിൽ പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കൊമേഴ്ഷ്യൽ നേട്ടങ്ങൾക്കപ്പുറം ഇത് ചില കോൺട്രവേഴ്സീസിലും പോയി പെട്ടിട്ടുണ്ട് എമ്പുരാൻ. അറിയാമല്ലോ. നിലവിൽ അതിലെ ചില ഭാഗങ്ങൾ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യപ്പെടണമെന്നും ആവശ്യപ്പെട്ട് പല രീതിയിലുള്ള സംസാരങ്ങൾ എമ്പുരാനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ആദ്യ സമയങ്ങളിൽ അതൊരു ചെറിയൊരു ടോക്കായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ പിന്നീട് അതങ്ങ് ആളിക്കത്തുകയായിരുന്നു. ആളിക്കത്തുകയാണെന്ന് പറഞ്ഞാൽ സിനിമ ഈവൻ എഡിറ്റിംഗ് ചെയ്യുന്ന ലെവലിലേക്ക് സെൻസർ ചെയ്ത് റീസെൻസർ ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഇനി പ്രദർശിപ്പിക്കാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി. അപ്പോൾ നമ്മുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡിസ്ക്ലൈമർ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിരിക്കുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ അതിൻ്റെ രചയിതാവിന് അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകന് തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് എന്ന് കാണിക്കുന്നതിനാണ് ഈ ഡിസ്ക്ലൈമർ. ഇത് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ മറ്റെന്തെങ്കിലും സ്ഥലങ്ങളുമായോ ബന്ധമില്ല എന്നുള്ളതാണ് ഈ ഡിസ്ക്ലൈമർ എന്ന് പറയുന്നത്. ഇത് വെച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ തടസ്സങ്ങളില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഡിസ്ക്ലൈമറിന് യാതൊരുവിധ വിലയും ഇവിടെ ഇല്ല. ഒന്ന്. ഇനി അതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് കരുതി ഏതെങ്കിലും ചില ഭാഗങ്ങൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ മറ്റ് മതങ്ങളെയോ മറ്റു പാർട്ടികളെയോ മറ്റു സംസ്ഥാനങ്ങളെയോ സ്ഥലങ്ങളെയോ പരാമർശിക്കുന്ന പല കാര്യങ്ങളും ആ ചിത്രത്തിലുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ആവശ്യപ്പെടുകയാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ ഇതെല്ലാം ചെയ്ത ശേഷം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രദർശിപ്പിക്കാനുള്ളതായി എന്തെങ്കിലും സീനുകൾ ബാക്കി ഉണ്ടാവും. നിലവിൽ ലാലേട്ടൻ ഒരു അപ്പോളജി ലെറ്റർ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പുറത്തേക്ക് വിടുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 40ഓളം വർഷത്തോളം അദ്ദേഹം സിനിമയിലുള്ള ആളാണ്. ആരെയും മാനസികമായോ ശാരീരികമായോ വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചൊന്നും ചെയ്തിട്ടില്ല. തങ്ങളുടെ പുതിയ സിനിമയിലെ രംഗങ്ങളോ മറ്റ് കഥാ സാഹചര്യങ്ങളോ ആരെങ്കിലും ഇത്തരത്തിൽ വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദുഃഖമുണ്ടെന്നും അത്തരം ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറാണെന്നും എന്നുമാണ് ആ കത്തിൻ്റെ ഉള്ളടക്കം. ഈ കത്ത് വന്നതിനെ കുറിച്ച് രണ്ട് രീതിയിലുള്ള ഒപ്പീനിയൻസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ അങ്ങനെ ചെയ്തത് നന്നായി, ആ പ്രശ്നം അവിടെ വെച്ച് തീരട്ടെ എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ, ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരടക്കം അദ്ദേഹം ചെയ്തത് തെറ്റായി പോയെന്നും അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുകയും രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നു. ഇതിനിടയിൽ പലരും പല പല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നു. മേജർ രവി അറിയാം, മോഹൻലാലിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം വരുന്നു. അദ്ദേഹം എന്ന് പറയുന്നു മോഹൻലാൽ ഈ സിനിമ പ്രിവ്യൂ കണ്ടിട്ടില്ല, മോഹൻലാലിന് ഇത്തരത്തിൽ ഒരു കഥാ സാഹചര്യമുള്ളത് അറിയില്ല, അദ്ദേഹം അറിയാതെ പെട്ടുപോയതാണെന്ന് പറയുന്നു. അതിനെ തുടർന്ന് പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. ഒരിക്കലും തന്റെ മകൻ ആരെയും ചതിച്ചിട്ടില്ലെന്നും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അറിയാതെ ആ സിനിമയിൽ ഒരു കാര്യങ്ങളും എഴുതി ചേർക്കുകയോ ഷൂട്ട് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് മല്ലിക ചേച്ചി പറയുന്നു. കൂടാതെ മമ്മൂട്ടി വിളിക്കുകയുണ്ടായി. മമ്മൂട്ടിയുടെ എല്ലാ സപ്പോർട്ടും മല്ലിക ചേച്ചിക്കൊപ്പം ഉണ്ടെന്ന് മല്ലിക ചേച്ചിനെ അറിയിച്ചതായും മല്ലിക ചേച്ചി പറയുന്നു. ആസിഫ് അലി തന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിനിമയായിട്ട് കാണുക. ലാലേട്ടന്റെ ഈ കത്ത് പൃഥ്വിരാജ് സുകുമാരനും തന്റെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും പുറത്തു വന്നില്ല. ലാലേട്ടന്റെ ആ ഒരു ലെറ്റർ അദ്ദേഹം ഫോർവേഡ് ചെയ്ത പോലെ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിലേക്ക് എടുത്ത് മാറ്റി അദ്ദേഹം ഷെയർ ചെയ്യാനുണ്ടായത്. സോ ഇത് അദ്ദേഹത്തിന്റെ ഒരു പരോക്ഷമായ അമർഷം തന്നെയാണ് കാണിക്കുന്നതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. കാരണം പൃഥ്വിരാജ് സുകുമാരൻ അത്തരം കാര്യങ്ങൾ സ്വന്തം വേർഡിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടാതെ മുരളി ഗോപിയുടെ സൈലൻസ്, അദ്ദേഹം ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറല്ല അല്ലെങ്കിൽ മാപ്പ് പറയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നയം എന്നാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നു. ഇതിനിടയിൽ ആന്റണി പെരുമ്പാവൂര് മീഡിയയെ കാണുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് അദ്ദേഹമോ മോഹൻലാലോ ലാലേട്ടനോ അറിയാതെ ഒരു ഭാഗങ്ങൾ അതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല, കഥയൊന്നും അറിയില്ല എന്ന് പറയുന്നത് വെറുതെയാണ്.
എല്ലാം ഞങ്ങളുടെ അറിവോടുകൂടിയാണ് നടക്കുന്നതെന്നും കൂടാതെ എമ്പുരാന് 3-ാം ഭാഗം തീർച്ചയായും ഉണ്ടാവും എന്നും പറയുന്നു. സോ ഇത്തരത്തിലൊരു കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ഒരു അവിയൽ പരിവായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം മേജർ രവി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന്, ലാലേട്ടൻ പറയുന്നത് വേറൊന്ന്, പൃഥ്വിരാജ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, മുരളി ഗോപി തീരെ സൈലൻസ് ആണ്. അതിനോടൊപ്പം ആന്റണി പെരുമാവറിന്റെ ഈ സ്റ്റേറ്റ്മെന്റും കൂടി ആകുമ്പോൾ കേട്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു ഐഡിയയും കിട്ടൂല. ഇതിനിടയിലാണ് മറ്റൊരാളുടെ രംഗപ്രവേശനം. മറ്റാരുമല്ല, സുരേഷ് ഗോപി. അദ്ദേഹം ഇന്ന് മീഡിയയോട് പറഞ്ഞൊരു കാര്യം, ഇതെല്ലാം പ്യുവർ ബിസിനസ്സാണ്. ആരും ആരോടും ഒരു സിനിമയും കട്ട് ചെയ്ത് കളയാനോ ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇതെല്ലാം പക്ക ബിസിനസ്സിന് വേണ്ടി നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എന്തായാലും പുതിയതായിട്ട് വരുന്ന വാർത്തകൾ പ്രകാരം എമ്പുരാൻ റീസെൻസർ ചെയ്ത് കഴിഞ്ഞു. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് എന്നായിരുന്നു, അത് ബൽദേവ് എന്നാക്കി മാറ്റി. കൂടാതെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം കാണിക്കുന്ന എല്ലാ സീനുകളും പൂർണ്ണമായി എടുത്തു കളഞ്ഞു. കൂടാതെ ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിൽ സുരേഷ് ഗോപിക്ക് ഒരു നന്ദി പ്രകാശനം ചെയ്തിരുന്നു, അതും പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. ഇത്തരം മാറ്റങ്ങളോടുകൂടിയാണ് എമ്പുരാൻ ഇനി വരാൻ പോകുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനിടയിൽ പലതരം സംഘടനകളും എമ്പുരാനെതിരെ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അവിടെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വേണ്ടാത്തൊരു തെറ്റായ പരാമർശമുണ്ടെന്നും അത് തമിഴ്നാടിനെ മോശപ്പെടുത്തുന്ന രീതിയിലാണെന്നും ആവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ കമ്പന്തേനിയിലുള്ള വൈഗ എന്ന് പറയുന്ന ഒരു കർഷക സംഘം അവര് സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അവർ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നും നാളെയായിട്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും എന്നാണ് അവരുടെ സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ബോക്സ് ഓഫീസിലെ തിളക്കത്തോടൊപ്പം തന്നെ ഒരു കംപ്ലീറ്റ് കോൺട്രവേഴ്സിയിലാണ് ഈ ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങിയവരെല്ലാം വൻ സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ട്. പൃഥ്വിരാജ് മാത്രമല്ല, ഈവൻ പൃഥ്വിരാജിന്റെ ഫാമിലി, സുപ്രിയ വൈഫ്, എല്ലാവരും ഇത്തരം സൈബർ ആക്രമണത്തിന് ഇരയായി കഴിഞ്ഞു. സോ ഈ സിനിമ ഇനിയിപ്പോൾ സെൻസറിങ്ങിന് ശേഷം വരുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമോ, അതോ ഇനി അത് മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തിന് തുടക്കമായിരിക്കുമോ? ആഫ്റ്റർ ഓൾ ഇതിനെല്ലാത്തിലും ഉപരി ഇത്തരം സെൻസറിങ്ങിന് ശേഷം വരുമ്പോൾ ഈ ചിത്രത്തിന് ഇപ്പോൾ കിട്ടിയ സ്വീകാര്യത കിട്ടുമോ? എന്താണ് നിങ്ങളുടെ തോട്ട്സ്?